ദില്ലിയിലെ മലയാളി വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ പ്രതികളെ രക്ഷിക്കാൻ ഉറച്ച ദില്ലി പോലീസ്. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് എഫ്ഐആർ. എഫ്ഐആറിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, തീർത്തും കുറ്റക്കാരെ രക്ഷിക്കുന്ന തരത്തിലേക്കുള്ള ഒരു എഫ്ഐആർ ആണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് കണ്ടാൽ മനസ്സിലാക്കാവുന്നതാണ്. പ്രത്യേകിച്ച് സംഭവം കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ പോലും അവിടെ ഉണ്ടായിരുന്നു എന്ന സാഹചര്യം നിലനിൽക്കവേ എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? നിലവിൽ സഹപാഠികളടക്കം മൊഴി നൽകിയിരുന്നത് പാൻ മസാല ജീവനക്കാർ ഈ കൊല്ലപ്പെട്ട രജത്തിന്റെ കഴുത്തിലും നെഞ്ചിലും തലയിലും മർദ്ദിച്ചു. തുടർന്ന് ഇദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നും തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നുവെന്നുമാണ് സഹപാഠികൾ പോലീസിന് മൊഴി നൽകിയിരുന്നത്. എന്നാൽ പോലീസ് ഇപ്പോൾ തയ്യാറാക്കിയിരുന്ന എഫ്ഐആറിന്റെ കോപ്പികളടക്കം നമ്മളടക്കമുള്ള ചാനലുകൾ പുറത്തുവിട്ടിരുന്നു. ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ 3 പ്രതികൾ ഉണ്ട് എന്ന് സഹപാഠികൾ മൊഴി നൽകിയിട്ടും പാൻ മസാല കടയുടമയുടെ പേര് മാത്രമാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല അസ്വാഭാവിക മരണം എന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണവും പോലീസ് നൽകുന്നില്ല. കുട്ടിയുടെ ശരീരത്തിന്റെ പുറത്തും അകത്തും മറ്റും മുറിവുകളോ ചതവുകളും മറ്റും ഏറ്റതിന്റെ പാടുകളൊന്നും വ്യക്തമല്ല. അതിനാൽ അസ്വാഭാവികത രേഖപ്പെടുത്താനാകില്ല എന്നാണ് പോലീസ് അറിയിച്ചത്. വലിയ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ ദില്ലി എയിംസിലേക്ക് പരിശോധനകൾക്കായി അയച്ചിരിക്കുകയാണ്. 15 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ളൊരു റിപ്പോർട്ട് തിരികെ പോലീസിന് ലഭിക്കുകയുള്ളൂ. അതിനാൽ നിലവിൽ ഇപ്പോൾ ഈ പ്രതികളെയും മറ്റും തെളിവെടുപ്പിനായി ഈ സ്ഥലത്ത് എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതിപ്പോൾ വൈകുകയാണ്. ഇന്ന് കോടതിയിൽ പ്രതികളെ ഹാജരാക്കിയേക്കുവാനുള്ള സാധ്യതയും കുറവാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അല്പസമയങ്ങൾക്കകം ഈ സ്ഥലത്തേക്ക്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ രജത്ത് കൊല്ലപ്പെട്ട സ്ഥലത്താണ്. ഈ സ്ഥലത്ത് വെച്ചായിരുന്നു രജത്തിനെ മറ്റും ക്രൂരമായി മർദ്ദിക്കുകയും തുടർന്ന് മരണപ്പെടുകയും ചെയ്തത്. ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ എം പിമാരായ എം പി രാഗേഷും ഒപ്പം PK ബിജു MPയും ഒക്കെ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഇതിനുശേഷം പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു നടപടിയും നിലവിൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് മലയാളി സമൂഹത്തിനടക്കം ദില്ലിയിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ വലിയൊരു സമ്മർദ്ദം നേരത്തെ മനസ്സൂചിപ്പിച്ച പോലെ മലയാളി അസോസിയേഷൻ്റെ ഒക്കെ ഭാഗത്തു നിന്നുമുണ്ട്. എന്തെങ്കിലും നിലപാടുകളിൽ മാറ്റം ദില്ലി പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടോ? ഒരുപക്ഷെ ഈ FIR ഒക്കെ തന്നെ ആകുമോ ഇതിലെ ഏറ്റവും വലിയ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വലിയ സാഹചര്യം ഒരുക്കുന്നത്? സൗമ്യ, എന്തായാലും ഈ കുട്ടിയുടെ അഭിഭാഷകരടക്കം ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ പ്രതികൾക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു FIR ആണ് പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ FIRുമായി കോടതിയെ സമീപിച്ചാൽ പ്രതികൾക്ക് സ്വാഭാവികമായും വലിയ രീതിയിൽ ജാമ്യം മറ്റും ലഭിക്കുന്നതിന് അനുകൂലമായ രീതിയിൽ ഈ FIR തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. നിലവിൽ ഇന്നലെ പോസ്റ്റ്മോർട്ടം നടത്തിയ സമയത്ത് പോലും സ്റ്റേഷൻ ഹോം ഓഫീസർ വളരെയധികം സമയം അവിടെ ഉണ്ടായിരുന്നു. നിലവിൽ ഇന്ന് രാവിലെയോടുകൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളടക്കം നമ്മൾ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. എന്നാൽ പോലീസിന്റെ ഉന്നത തലങ്ങളിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളൊന്നും പുറത്തറിയിക്കരുത് എന്നൊരു നിർദ്ദേശം തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനാൽ നൽകാനാകില്ല എന്നുകൂടി ഒരു വെളിപ്പെടുത്തലും ആശുപത്രി അധികൃതർ നൽകിയിരുന്നു. അതിനാൽ ഒരുപക്ഷെ ദില്ലി പോലീസ് ഒപ്പം ലഹരി മാഫിയകളും തമ്മിൽ വലിയ അടുത്തൊരു ബന്ധം രാജ്യതലസ്ഥാനത്ത് ഉണ്ട് എന്ന് സമീപവാസികളും പ്രദേശവാസികളും ഒക്കെ വ്യക്തമാക്കിയിരുന്നു. അത് സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് ഈ കൊലപാതകവും വഴിതിരിച്ചു വിടുകയാണ് ദില്ലി പോലീസ് എന്ന ആരോപണവും തെളിവുകളും ഇപ്പോൾ ബലപ്പെടുകയാണ്. സൗമ്യ, മനു, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കൃത്യമായ മൊഴികൾ രേഖപ്പെടുത്തുകയോ അതൊക്കെ ചെയ്തിട്ടുണ്ട്? പ്രത്യേകിച്ച് അവിടെ കൂടിയിരുന്ന ആളുകളുടെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോലീസ് കടക്കുന്നുണ്ടോ? നിലവിൽ ഈ സഹപാഠികളുടെ മൊഴിയൊന്നും വ്യക്തമായി മൊഴി രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഇതൊന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. സഹപാഠികളടക്കം മൊഴി നൽകിയത് കുട്ടിയുടെ കഴുത്തിൽ മർദ്ദിച്ചു. ഈ CCTV ദൃശ്യങ്ങളടക്കം വ്യക്തമായിരുന്നു. കഴുത്ത് ഒടിഞ്ഞു തൂങ്ങിയ നിലയിലായിരുന്നു വിദ്യാർത്ഥിയെ ആശുപത്രിയിലൊക്കെ പ്രവേശിപ്പിക്കുന്നത്. ഇതും സഹപാഠികളുടെ മൊഴി സ്ഥിരീകരിക്കുന്ന രീതിയിലായിരുന്നു. എന്നാൽ ഈ സഹപാഠികളുടെ മൊഴി സംബന്ധിച്ചൊരു പ്രതികരണം, ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു അന്വേഷണത്തിൻ്റെ പ്രതികരണത്തിനും പോലീസ് തയ്യാറായിട്ടില്ല. സമയം ഇന്ന് 12 മണിയോടുകൂടി തന്നെ ഇവിടെ തെളിവെടുപ്പ് നടത്തുമെന്നൊക്കെയാണ് ആദ്യം ദില്ലി പോലീസ് കമ്മീഷണർ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അറിയിച്ചിരുന്നത്. എന്നാൽ സമയം ഇപ്പോൾ 2 മണി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ തെളിവ് ശേഖരണത്തിനും മറ്റുമായി പോലീസ് ഇതുവരെ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. നിലവിൽ ദില്ലി പോലീസ് ഈ കേസിൻ്റെ വഴി തന്നെ തിരിച്ചുവിടുകയാണോ എന്ന സംശയം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബലപ്പെടുകയാണ്. സൗമ്യ, ഈ ഒരു സാഹചര്യത്തിൽ കൂടുതലൊരു അന്വേഷണത്തിലേക്ക് അത്തരത്തിലുള്ള ആവശ്യങ്ങൾ എങ്ങനെയാണ് ഉയരുന്നത്? പ്രത്യേകിച്ച് ഈ FIR തന്നെയാകും പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള ഏറ്റവും വലിയ പ്രതിയെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയൊരു സാധ്യതയായി മാറുക. ഈ തരത്തിലൊക്കെ തന്നെയും കാര്യങ്ങൾ നിയമപരമായി നീങ്ങിയാലും എങ്ങനെയായിരിക്കും അതിൻ്റെ സാഹചര്യങ്ങൾ?
നിലവിൽ മനഃപൂർവ്വമല്ലാത്തൊരു നരഹത്യ എന്ന രീതിയിലേക്ക് കുറ്റം മാറ്റുക എന്നതായിരുന്നു ആദ്യ സമയങ്ങളിൽ പോലീസ് സ്വീകരിച്ച നിലപാട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കായിരുന്നു ഈ 3 പാൻ മസാല ജീവനക്കാർക്കെതിരെയും കേസ് ചുമത്തിയിരുന്നത്. എന്നാൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെ കൊലപാതക കുറ്റം ഇവർക്കെതിരെ ചുമത്തുകയായിരുന്നു. എന്നാൽ ശ്രദ്ധേയം, ഈ FIR-ൽ പാൻ മസാല ജീവനക്കാരൻ്റെ പേര് മാത്രമാണുള്ളത്. മറ്റാളുകളുടെ പേരും മറ്റും വ്യക്തമായി നൽകാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. ഒരു മർദ്ദനത്തിൻ്റെ ആഘാതം മൂലമാണ് കുട്ടി മരണപ്പെട്ടതെന്ന് പോലും വ്യക്തമാക്കുന്നില്ല. നിലവിൽ ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങൾ മൂലം വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു എന്ന രീതിയിലാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതിനാൽ ഈ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം കൂടി വരട്ടെ, ഇതിനുശേഷം അസ്വാഭാവിക മരണമാണോ എന്നത് ശ്രദ്ധിക്കാം എന്നായിരുന്നു ദില്ലി പോലീസ് കമ്മീഷണറും നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ പ്രതികരിച്ചത്. സൗമ്യ, ഇതിൻ്റെ പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയതടക്കമുള്ള കാര്യങ്ങളുടെ ഒക്കെ പശ്ചാത്തലങ്ങൾ എങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്? നിലവിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആദ്യ സമയങ്ങളിൽ നടത്തുന്ന സമയം മുതൽ ഈ സ്റ്റേഷൻ ഹോം ഓഫീസർ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിലും വലിയ രീതിയിലൊരു പ്രതിഷേധം അവിടെ കൂടി നിന്ന കുടുംബാംഗങ്ങളും മറ്റും രേഖപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിൽ SHO മുഴുവൻ സമയവും അവിടെ നിൽക്കുന്നത് എന്തിനാണെന്നും മറ്റു ഡോക്ടർമാരോടും ഇതിൻ്റെ വിശദാംശങ്ങളടക്കം വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നതിനും ഒപ്പം ഇവരുമായിട്ട് കൂടുതൽ നേരം ചർച്ച നടത്തിയതും വലിയ രീതിയിൽ സംശയം ഉളവാക്കുന്നു എന്നും ഈ സമീപവാസികളൊക്കെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. ഇത് ഇവർ MP-മാരുടെ അടക്കം ശ്രദ്ധയിൽ തുടർന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും തുടർന്ന് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയവും മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യതലസ്ഥാനത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ലഹരി മാഫിയയുടെ ഒടുവിലത്തെ ഇരയായി മാറുകയാണ് കൊല്ലപ്പെട്ട മലയാളി വിദ്യാർത്ഥി രജത്. നിരന്തരം പരാതി ഉന്നയിച്ചിട്ടും പാൻ മസാല കടകൾക്കെതിരെ പോലും നടപടി സ്വീകരിക്കാൻ ദില്ലി പോലീസ് തയ്യാറാകാറില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. പ്രതിഫലമായി മാസപ്പടി പിരിക്കാൻ പാൻ മസാല കടകളിൽ ദില്ലി പോലീസ് എത്താറുണ്ടെന്നും സമീപവാസികൾ അറിയിച്ചു. സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ ഭീതിയോടെ മാത്രമേ രാജ്യതലസ്ഥാനത്ത് മലയാളികൾക്ക് പുറത്തിറങ്ങാനാകൂ. ദില്ലി നിവാസികളല്ലെന്ന് കാണുന്നതോടുകൂടി തലസ്ഥാനത്ത് പിടിമുറുക്കിയ ലഹരി മാഫിയകളുടെ ആക്രമണവും പരിധി വിടുന്നു. മുൻനാളുകളിൽ മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിയിരുന്ന ലഹരി മാഫിയകൾ ഇപ്പോൾ സുരക്ഷിതമായി ബിസിനസ് നടത്തുന്നതിനുള്ള ഇടമായി ഉപയോഗിക്കുന്നത് രാജ്യതലസ്ഥാനമാണ്. കഴിഞ്ഞ ദിവസം മലയാളി വിദ്യാർത്ഥി കൊല്ലപ്പെട്ട മയൂർ വിഹാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ലഹരി വിതരണത്തിന്റെ അവസാന ശൃംഖല മാത്രമാവുകയാണ്. ദില്ലിയിലെ പ്രശസ്തമായ ചില നക്ഷത്ര ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചാണ് ബിസിനസിന്റെ ഭൂരിഭാഗമെന്നും ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ വിംഗ് വിഭാഗം കണ്ടെത്തിയിരുന്നു. ഈ വമ്പൻ ബിസിനസ് ലാഭം തന്നെയാണ് ലഹരി മാഫിയകളെ രാജ്യതലസ്ഥാനത്ത് ചൂടുറപ്പിക്കുന്നത്. പോലീസ് സ്റ്റേഷനുകളുടെ തൊട്ടു സമീപത്തെ സ്കൂളുകൾക്ക് സമീപവും ലഹരി കണ്ണുകൾ ഒളിപ്പിച്ച പാൻ മസാല കടകൾ സജീവമാണ്. ഇവരുടെ പ്രവർത്തനം പോലീസ് അകമ്പടിയോടെ തന്നെയെന്ന് പ്രദേശവാസികളും വ്യക്തമാക്കി. ഇവിടെ ഇതൊരു ഗാങ് ആണ്, അതായത് അപ്പൻ മുതൽ പിള്ളേർ വരെയുള്ള സാധനങ്ങൾ ഈ കടയിൽ ഇവിടെ വിൽക്കുന്നുണ്ട്. ഈ പോലീസ് ഇതിലൊന്നും പോലീസിന് ഇതിന്റെ കമ്മീഷൻ പോകുന്നുണ്ട്. ദില്ലി ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ സുരക്ഷ കർശനമാക്കുന്നതിനുള്ള ആധുനിക സജ്ജീകരണങ്ങൾ ദില്ലി പോലീസ് നടപ്പാക്കിയിരുന്നു. പെട്രോളിംഗ് ശക്തമാക്കാൻ 70 വാനുകൾ അധികം വാങ്ങി. പ്രശ്നബാധിതമായ 78 സ്ഥലങ്ങളിലും 200 ബസ്സുകളിലും CCTV ക്യാമറകൾ സ്ഥാപിച്ചു. പോലീസ് സ്റ്റേഷനുകളിലേക്കും വനിതാ സെല്ലിലേക്കും ബന്ധപ്പെടാനുള്ള ടെലിഫോൺ ബന്ധവും വർദ്ധിപ്പിച്ചു. എങ്കിലും ജീവനോപാധി തേടി ദില്ലിയിലെത്തിയ മലയാളി സമൂഹവും ഈ തുടർ ആക്രമണങ്ങളുടെ ഇരയാവുകയാണ്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ SNDP-യുടെ പത്തനംതിട്ട ഓഫീസ് ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തുന്നു. മൈക്രോ ഫിനാൻസ് ഇടപാടിൽ ക്രമക്കേട് നടന്നുവെന്ന പരാതിയെ തുടർന്നാണ് റെയ്ഡ്. വിവരങ്ങളുമായി ബിജേഷ് നടുവിൽ ചേർന്നുണ്ട്. ബിജേഷ്, വിവരങ്ങൾ. മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തുള്ള ശാഖാ ഓഫീസിൽ പരിശോധന നടത്തിയത്. പരിശോധന ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. രേഖകൾ ഒന്നും തന്നെ ഇപ്പോൾ പിടിച്ചെടുത്തില്ല. നേരത്തെ തന്നെ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട സ്വാശ്രയ സംഘങ്ങളൊക്കെ തന്നെ തിരിച്ചടച്ച തുകകൾ ബാങ്കുകളിൽ എത്തിയില്ല. യൂണിയൻ നേതാക്കൾ പലരും, ശാഖാ നേതാക്കളിൽ പലരും അത് എടുത്തു എന്നുള്ള ഒരു വ്യാപകമായ പരാതികളും മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തൊട്ടുക്ക് പരാതികളും ലഭിച്ചിരുന്നു. അതിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തന്നെ നിരവധി പരാതികൾ ഉണ്ടായിരുന്നു. കോന്നിയിലും അടൂരും അടക്കം നേരത്തെ നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. ഇതിന്റെ സംസ്ഥാന വ്യാപകമായുള്ള റെയ്ഡിനോടനുബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ പത്തനംതിട്ട ആസ്ഥാനമായിട്ടുള്ള ശാഖാ ഓഫീസിലും ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത്. പരിശോധന ക്രൈംബ്രാഞ്ചിന്റെ ഒരു വിങ് തന്നെ ഇതിനു വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിങ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അവരാണ് ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തിയത്. പക്ഷേ പരിശോധന അവസാനിച്ചെങ്കിലും അതിൽ കൂടുതലായിട്ട് രേഖകൾ പിടിച്ചെടുക്കുകയൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. സൗമ്യ, ബിജേഷാണ് വിവരങ്ങൾ നൽകിയത്. SNDP പത്തനംതിട്ട
ഓഫീസിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടക്കുന്നു. മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഇടപാടുകളിൽ പരാതി ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് റെയ്ഡ്. മറ്റു വാർത്തകളിലേക്ക്. ബാർ കോഴ കേസിൽ തുടരന്വേഷണത്തിന്റെ സാധ്യത തേടി വിജിലൻസ്. ബാർ കോഴ കേസ് പുനരുജ്ജീവിപ്പിക്കാൻ വിജിലൻസ് നിയമോപദേശം തേടി. ഡയറക്ടറായി ജേക്കബ് തോമസ് ചുമതലയേറ്റ ശേഷം ബാർ കോഴ അടക്കമുള്ള പല കേസുകളുടെ ഫയലുകളിലും പരിശോധന നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് മാണിക്കെതിരായ ബാർ കോഴ കേസ് പുനരുജ്ജീവിപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടർ നീക്കം തുടങ്ങിയത്. മുൻ മന്ത്രി കെ എം മാണിക്കെതിരായ ബാർക്കോഴ കേസിലെ തുടരന്വേഷണ റിപ്പോർട്ടിൽ ആക്ഷേപം കേൾക്കാനും വിധി പറയുന്നതിനുമായി കേസ് ഈ മാസം 12-ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് കേസിൽ തുടരന്വേഷണ സാധ്യതയ്ക്കായി നിയമോപദേശം തേടിയിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് AGയോടാണ് നിയമോപദേശം തേടിയത്. ബാർക്കോഴ കേസിൽ ആദ്യം അന്വേഷണം നടത്തിയ SP സുകേശൻ കോടതിയിൽ സമർപ്പിച്ച വസ്തുതാ റിപ്പോർട്ടിൽ കോഴ ഇടപാടിൽ കെ എം മാണി കുറ്റക്കാരനാണെന്ന് പറഞ്ഞിരുന്നു. അന്ന് ഹർജിക്കാരുടെ ആവശ്യപ്രകാരം കൂടുതൽ അന്വേഷണം നടത്തുന്നതിനായി ചില നിർദ്ദേശങ്ങൾ നൽകി കോടതി ഉത്തരവിട്ടു. ഇതുപ്രകാരം തുടരന്വേഷണ റിപ്പോർട്ട് SP സുകേശൻ സമർപ്പിച്ചപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ കെ എം മാണിയെ വെള്ളപൂശുന്നതാണ് റിപ്പോർട്ടിൽ പ്രകടമായിരുന്നത്. ഇത് ആക്ഷേപത്തിനും വഴിവെച്ചു. കെ എം മാണിക്കെതിരെ കേസെടുക്കാൻ തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ടാണ് ഈ മാസം 12-ന് കോടതി പരിഗണിക്കുന്നത്. അതേസമയം കേസിൽ നടന്ന തുടരന്വേഷണം കോടതി പറഞ്ഞ തരത്തിലാണോ എന്ന് പരിശോധിക്കാനാണ് തുടരന്വേഷണം വേണമെന്ന ആവശ്യവുമായി വിജിലൻസ് ഡയറക്ടർ കോടതിയെ സമീപിക്കുന്നത്. ഇതിനായുള്ള നിയമോപദേശമനുസരിച്ച് വിജിലൻസ് ഡയറക്ടർ കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യും. ഇതിനിടെ കെ ബാബുവിനെതിരെയുള്ള കേസ് അന്വേഷിച്ച വിജിലൻസ് SP-മാരായ R നിശാന്തിനി, KM ആന്റണി എന്നിവർ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയോ അട്ടിമറിച്ചോ എന്നീ കാര്യങ്ങൾ പരിശോധിച്ച് ഇവർക്കെതിരെ കേസെടുക്കുന്നതിനുള്ള സാധ്യതയും വിജിലൻസ് ഡയറക്ടർ നോക്കുകയാണ്. പാറ്റൂർ കേസ് അന്വേഷണത്തിലും വിജിലൻസ് ഡയറക്ടർ പരിശോധനയ്ക്ക് തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും അഴിമതിക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത കർശന നടപടിക്ക് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ഒരുങ്ങുന്നു എന്നതാണ് ഇത്തരം നിലപാടുകളിലൂടെ വെളിപ്പെടുന്നത്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പെട്രോളിന് ഹെൽമറ്റ് നിർബന്ധമാക്കിയ വിഷയത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറിൽ നിന്നും ഗതാഗത മന്ത്രി വിശദീകരണം തേടി. ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകില്ലെന്ന് AK ശശീന്ദ്രൻ പറഞ്ഞു. വിശദീകരണം തേടൽ ഒരു ശിക്ഷണ നടപടിയല്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിൽ ഗവൺമെൻറ്റിന് ആ നിലപാടിൽ കടിച്ചു തൂങ്ങേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് ബന്ധപ്പെട്ട ആളോട് എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് അന്വേഷിക്കുന്നത് സ്വാഭാവികമായൊരു നടപടിയാണ്. അല്ലാതെ ഒരു നിങ്ങളാരെങ്കിലും കരുതുന്ന പോലെ ഒരു ശിക്ഷാ നടപടിയുടെ ഒരു തലത്തിലേക്കല്ല. ഇത് കാര്യങ്ങൾ മനസ്സിലാകണമല്ലോ. ഗവൺമെൻറ്റിൻ്റെ നിലപാട് ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണെങ്കിൽ തീർച്ചയായും അതുമായി മുമ്പോട്ട് പോകണമെന്ന കാര്യം ഗവൺമെൻറ്റിന് യാതൊരു താല്പര്യവുമില്ല. അപ്പോൾ അതിലേക്ക് എത്തണമെങ്കിൽ, ആ ഓർഡർ പിൻവലിക്കുന്നിടത്തേക്ക് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ അത് നിർത്തിവെക്കണമെന്ന് പറയുന്നിടത്തേക്ക് എത്തണമെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്, അദ്ദേഹം ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണ്, എന്ത് നേട്ടമാണ് അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഗവൺമെൻറ്റിന് അറിയണമല്ലോ. ഉത്തരാഖണ്ഡ് വീണ്ടും പ്രളയഭീതിയിൽ. മേഘവിസ്ഫോടനത്തിൽ 14 മരണം. മഴക്കെടുതികളിൽ മരിച്ചവരുടെ എണ്ണം 30ആയി. നിരവധി പേരെ കാണാതായി. നിരവധി ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി. രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് 2 വർഷം മുൻപ് ഉത്തരാഖണ്ഡിലുണ്ടായ പ്രളയം. ആയിരങ്ങളാണെന്ന് കൊല്ലപ്പെട്ടത്. പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിക്കുന്ന റോഡുകളിൽ നിർബന്ധമായും ഓടകളും നടപ്പാതകളും ഉണ്ടായിരിക്കണമെന്ന് പൊതുമരാമത്ത് മന്ത്രി G. സുധാകരൻ. ഇതൊഴിവാക്കി റോഡുകൾ നിർമ്മിച്ചാൽ കർശന നടപടിയെന്നും മന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു. നിലവിലുള്ള റോഡ് നന്നാക്കുക, സ്റ്റെബിലൈസ് ചെയ്യുക. അതിൽ നടപ്പാതയില്ലാത്ത ഒരു പിഴപ്പിലൂടെ ഉണ്ടായിക്കൂടെ കേരളത്തിൽ. ഓർഡറക്കാൻ പോകാം. നടപ്പാതയില്ലാതെ ഒരു പിഴപ്പിലൂടെ കേരളത്തിന് ആവശ്യമില്ല. അതുപോലെ തന്നെ ഓടയില്ലാത്ത പിഴപ്പിലൂടെ ഇല്ല. നിലവിലുള്ളിടത്തെല്ലാം ഓടെ ഉണ്ടാക്കേണ്ടി വരും. അതിന് ബഡ്ജറ്റ് പ്രൊവിഷൻ കാണുകയോ അല്ലെങ്കിൽ ഇതുപോലെ കമ്പനി പ്രൊവിഷൻ കാണുകയോ ചെയ്യും. ഇത് രണ്ടുമാണ് ഏറ്റവും വലിയ പ്രശ്നം. സാധാരണക്കാരെ പരിഗണിക്കുന്നതിന് സൈക്കിളുകാരെ എല്ലാം കാറിൽ പോകണമെന്നുള്ളതാണ്. കാറിൽ പോകുന്നവരുടെ മാറിയിരിക്കാൻ ഇപ്പോഴും നടക്കാൻ പറ്റില്ല, സൈക്കിളിൽ പോകാൻ പറ്റില്ല. നിർമ്മിച്ചാൽ തന്നെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കും. 4 ഇഞ്ച് താഴെ വേഗമുണ്ട്. താഴെ വീഴുന്നു, മരിക്കുന്നു, കാലുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ. പൊതുവിദ്യാഭ്യാസം നടപ്പിലാക്കാൻ സമൂഹത്തിന്റെ ശക്തമായ ഇടപെടൽ ആവശ്യമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. ആലപ്പുഴയിൽ കാരുണ്യ അവാർഡ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും മനസ്സിൽ വളർത്തിയെടുത്ത് മനസ്സിനെ യഥാർത്ഥ വികസനത്തിലേക്ക് എത്തിച്ച് മാനവികതയും മനുഷ്യത്വവും നിലനിർത്തുന്ന അവസ്ഥ സൃഷ്ടിക്കണമെങ്കിൽ പൊതുവിദ്യാഭ്യാസം, ഈ സമൂഹം ഇടപെട്ടുകൊണ്ട് നടത്തുന്ന വിദ്യാഭ്യാസം ശക്തമാകണം. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് വിജിലൻസിന് കൈമാറണമെന്ന് ബിജു രമേശ്.
ശാശ്വതി കാനന്ദയുടെ മരണം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണമെന്നും ബിജു രമേശ് തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്വാമി ശാശ്വതികാനന്ദ സ്വാമികളുടെ കൊലപാതകത്തെക്കുറിച്ച് കൊലപാതകം ചെയ്ത പ്രതിയിൽ ഒരാൾ പറഞ്ഞിട്ട് പോലും കേസ് ഒരിടം എത്താതെ നിൽക്കുന്നത് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ട് കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്യാതിരുന്നതാണ്. അതുകൊണ്ട് ആ കേസ് സത്യസന്ധമായ അന്വേഷിക്കും, അത് പുറത്തു കൊണ്ടുവരികയും ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യമായി ആവശ്യപ്പെടുന്നൊരു ആവശ്യം. മൈക്രോ ഫൈനാൻസുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയ്ക്ക് കൃത്രിമങ്ങൾ നടന്നിട്ടുണ്ട്. ആ കേസ് ഇപ്പോൾ വിജിലൻസ് കഴിഞ്ഞ ആഴ്ച അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് 3 ദിവസം മുമ്പ് കൊടുക്കുകയുണ്ടായി. ആ കേസ് അതും അന്വേഷണത്തിൽ ഇരിക്കുകയാണ്. സർക്കാർ നിലപാടിനെതിരെ DGP TP സെൻകുമാർ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചു. ജിഷ വധം, പുറ്റിങ്ങൽ അപകടം എന്നീ കേസുകളിൽ വീഴ്ച വരുത്തിയിട്ടില്ലെന്ന് സെൻകുമാർ എതിർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. കേസ് ഈ മാസം 7-ന് പരിഗണിക്കും. സംസ്ഥാനത്ത് ജനശ്രദ്ധ നേടിയ 2 ക്രമസമാധാന പ്രശ്നങ്ങളിൽ പോലീസ് മേധാവിയുടെ ഇടപെടലിനെക്കുറിച്ച് പൊതുജനാഭിപ്രായം എതിരായതിനാലാണ് DGP സ്ഥാനത്ത് നിന്ന് TP സെൻകുമാറിനെ മാറ്റിയതെന്ന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം നൽകിയിരുന്നു. ഇതിനെതിരെയാണ് അഭിഭാഷകൻ മുഖേന TP സെൻകുമാർ എതിർ സത്യവാങ്മൂലം CIT-യിൽ സമർപ്പിച്ചത്. സെൻകുമാറിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ശ്രീകുമാർ സർക്കാർ ഫയൽ ചെയ്ത റിപ്ലൈ അഫിഡവിറ്റിന് മറുപടിയായിട്ട് റീജോയിൻഡർ ഫയൽ ചെയ്തു. പുറ്റിങ്ങൽ കേസിലാണെങ്കിലും ജിഷ മർഡർ കേസിലാണെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു വീഴ്ചയുണ്ടായിട്ടില്ല. അതിനെ ന്യായീകരിക്കാനായിട്ട് ചീഫ് സെക്രട്ടറി അന്ന് ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിന്റെ കോപ്പി ഹാജരാക്കിയിട്ടുണ്ട്. പുറ്റിങ്ങൽ ജിഷ കേസുകളിൽ വീഴ്ച വരുത്തിയിട്ടില്ല. ഹൈക്കോടതിയുടെ മേൽനോട്ടപ്രകാരമാണ് അന്വേഷണം നടത്തിയത്. അന്വേഷണം തൃപ്തികരമെന്ന് കോടതി പറഞ്ഞിരുന്നു. മുൻ ചീഫ് സെക്രട്ടറി പുറ്റിങ്ങൽ അന്വേഷണത്തെ ന്യായീകരിച്ച് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെ കോപ്പിയും ഒപ്പം ജിഷ കേസിൽ താൻ മേൽനോട്ടം വഹിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണ വിവരങ്ങളുടെ കോപ്പിയും എതിർ സത്യവാങ്മൂലത്തിനൊപ്പം സെൻകുമാർ സമർപ്പിച്ചു. ജിഷ വധക്കേസ് അന്വേഷണത്തിൽ മേൽനോട്ടം വഹിച്ചത് താനാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടാനായതെന്നും എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. UDF സർക്കാർ സീനിയോറിറ്റി മറികടന്നാണ് സെൻകുമാറിനെ DGP ആക്കിയതെന്ന സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലത്തിലെ വാദവും സെൻകുമാർ തള്ളുന്നു. സെൻകുമാറിന്റെ എതിർ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ 1 ദിവസത്തെ സമയം വേണമെന്ന് സർക്കാർ CIT-യിൽ ആവശ്യപ്പെട്ടു. കേസ് ജൂലൈ 7-ന് വീണ്ടും പരിഗണിക്കും. സർക്കാരിന് വേണ്ടി സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ N മനോജ് കുമാർ ഹാജരായി. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. കേരള പോലീസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം കോൺഗ്രസ് മേളയാക്കി മാറ്റിയത് വിവാദമാകുന്നു. പ്രോഗ്രാം നോട്ടീസിൽ കോൺഗ്രസ് പതാക പതിപ്പിക്കുകയും മന്ത്രിമാരുണ്ടായിട്ടും കോൺഗ്രസ് നേതാക്കളെ മാത്രം വിളിച്ച് പരിപാടി സംഘടിപ്പിച്ചതിലും പ്രതിഷേധിച്ച് പോലീസ് സേനാ അംഗങ്ങളിൽ ഭൂരിഭാഗം പേരും ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആലപ്പുഴയിൽ നടന്ന ജില്ലാ പോലീസ് അസോസിയേഷൻ സമ്മേളന വേദിയിൽ നിന്നാണ് സേനാംഗങ്ങൾ ഇറങ്ങിപ്പോയത്. ജില്ലാ സമ്മേളനത്തെ സംഘാടകർ കോൺഗ്രസ് മേളയാക്കിയെന്ന് ആരോപിച്ചായിരുന്നു ഇവരുടെ ഇറങ്ങിപ്പോക്ക്. 3 മന്ത്രിമാരുള്ള ജില്ലയിൽ മന്ത്രിമാരെ ക്ഷണിക്കാതെ കോൺഗ്രസ് നേതാക്കളെ മാത്രം പങ്കെടുപ്പിച്ചതിൽ പ്രതിഷേധം ശക്തമായിരുന്നു. ഇതോടെയാണ് സേനാംഗങ്ങൾ ഇറങ്ങിപ്പോയത്. സംഭവം വിവാദമായതോടെ ഉച്ചയ്ക്ക് ശേഷം നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ നിന്നും ഉദ്ഘാടകനായ ജില്ലാ പോലീസ് മേധാവിയും വിട്ടുനിന്നു. കോൺഗ്രസിന്റെ ട്രേഡ് യൂണിയനായി ജില്ലാ പോലീസ് അസോസിയേഷന് നേതാക്കൾ കൊണ്ടുനടക്കുന്നു എന്നതാണ് സേനാംഗങ്ങളുടെ പരാതി. കൂടാതെ ജില്ലയിലെ 2000-ഓളമുള്ള സേനാംഗങ്ങളിൽ നിന്നും 300 രൂപ വീതം രജിസ്ട്രേഷൻ ഫീസ് അടക്കം വാങ്ങിയതിലും സേനാംഗങ്ങൾക്കിടയിൽ ശക്തമായ എതിർപ്പാണ് ഉണ്ടായിരിക്കുന്നത്. സമ്മേളനത്തിന്റെ പോസ്റ്ററുകളിൽ പോലും കോൺഗ്രസ് പതാകയാണ് നേതൃത്വം ആലേഖനം ചെയ്തതെന്നും ഇവർ പറയുന്നു. സമ്മേളനം വിവാദമായതോടെ ഉദ്ഘാടകനായി KC വേണുഗോപാൽ MP എത്തിയപ്പോൾ ഒഴിഞ്ഞ കസേരകൾ മാത്രമായിരുന്നു വേദിയിലുണ്ടായിരുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തിരുവനന്തപുരം നഗരപരിധിക്കുള്ളിൽ 50 മൈക്രോണിന് താഴെയുള്ള പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നു. പ്ലാസ്റ്റിക് നിയന്ത്രണത്തിന്റെയും ക്യാമ്പസുകളുടെ ഗ്രീൻ സർട്ടിഫിക്കേഷൻ ക്യാമ്പയിന്റെയും ഉദ്ഘാടനം ധനമന്ത്രി തോമസ് ഐസക് നിർവഹിച്ചു. വിദ്യാർത്ഥികളെ ശുചീകരണത്തിന്റെ സന്ദേശവാഹകരാക്കണമെന്ന് മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം നഗരഹൃദയത്തിലെ 6ഓളം വാർഡുകളിലെ പൊതുനിരത്തുകളിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുന്നതിനും 50 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതിനുമുള്ള നിരോധനമാണ് നിലവിൽ വന്നത്. 50 മൈക്രോണിന് മുകളിൽ വിൽപ്പന നടത്തുന്ന പ്ലാസ്റ്റിക്കിന് നഗരസഭയുടെ ഹോളോഗ്രാമും നിർബന്ധമാക്കിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് നിയന്ത്രണ പ്രവർത്തനങ്ങളുടെയും നഗരത്തിലെ ക്യാമ്പസുകളുടെ ഗ്രീൻ സർട്ടിഫിക്കേഷൻ ക്യാമ്പയിന്റെയും ഉദ്ഘാടനം ധനമന്ത്രി തോമസ് ഐസക് നിർവഹിച്ചു. കുട്ടികൾ അവരവരുടെ വീടുകൾ വൃത്തിയാക്കി സമൂഹത്തിൽ ശുചീകരണത്തിന്റെ സന്ദേശവാഹകരാകണമെന്ന് മന്ത്രി പറഞ്ഞു. നമ്മുടെ സ്കൂൾ എങ്ങനെ നമ്മൾ വൃത്തിയാക്കിയോ അതുപോലെ വീടും പരിസരവും വൃത്തിയാക്കിയിടാനായിട്ടുള്ള ഏജന്റുമാരായിട്ട് സന്ദേശവാഹകരായിട്ട് നമ്മുടെ നഗരത്തിലെ കുട്ടികൾ മാറി. പ്ലാസ്റ്റിക് ദുരുപയോഗം കുറയ്ക്കുന്നതിനും അതിലൂടെ പരിസ്ഥിതിയുടെയും ജനതയുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതും ലക്ഷ്യമിട്ടാണ് നഗരസഭ പ്ലാസ്റ്റിക്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നഗരസഭാ കൗൺസിൽ പാസാക്കിയ നിയമപ്രകാരമാണിത്. ഈ മാസം 15 മുതലാകും റെയ്ഡുകൾ ആരംഭിക്കുക. 15-നകം കൈവശമുള്ള 50 മൈക്രോണിന് താഴെയുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കണമെന്നാണ് നഗരസഭയുടെ നിർദ്ദേശം. തിരുവനന്തപുരം സെന്റ് ജോസഫ് സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മേയർ VK പ്രശാന്ത്, ഡെപ്യൂട്ടി മേയർ, സ്കൂൾ പ്രിൻസിപ്പൽ തുടങ്ങിയവരും പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇന്ന് റംസാനിലെ 27ാം രാവ്. വ്രതമാസത്തിലെ അവസാന പത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളത് 27ാം രാവിനാണ്. 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠത കൽപ്പിക്കപ്പെടുന്ന ലൈലത്തുൽ ഖദറിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് 27ാം രാവിലാണ്. വ്രതകാലത്തിലെ പുണ്യമേറിയ അവസാന പത്തിലെ ഒറ്റരാവുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് 27ാം രാവിനാണ്. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ വ്രതമാസത്തിലെ അവസാന പത്തിലാണ്. ലോകത്തിനാകെ വെളിച്ചമായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ലൈലത്തുൽ ഖദറിന്റെ പുണ്യരാവിലാണ്. വായിക്കുക നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ നാമത്തിൽ. അറിവിന്റെ ആദ്യ വചനം. അനുഗ്രഹം പെയ്തിറങ്ങുന്ന പുണ്യരാവിനെ പ്രതീക്ഷിച്ച് സദാസമയവും പ്രാർത്ഥനകളിലും ആരാധനകളിലുമാണ് ഇസ്ലാം മതവിശ്വാസികൾ. റംസാനിലെ അവസാന പത്തിലെ ഒറ്റരാവുകളിലൊന്നാണ് ലൈലത്തുൽ ഖദർ. ഇതിൽ പണ്ഡിതർ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് 27ാം രാവിനാണ്. അതുകൊണ്ട് തന്നെ ഈ രാവിൽ വിശ്വാസികൾ ആരാധനകളും പ്രാർത്ഥനകളും അധികരിപ്പിക്കുന്നു. പുണ്യരാവിന്റെ അനുഗ്രഹം തേടി പള്ളികളും ഗൃഹങ്ങളും സ്വലാത്തുകളും പ്രാർത്ഥനകളും കൊണ്ട് മുഖരിതമാണ്. ടി ജമാലുദ്ദീൻ, ദുബായ്. കഥകളി നടന വൈഭവം ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ 101ാം പിറന്നാൾ നിറവിൽ. ഗുരുവിന്റെ പിറന്നാൾ ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് ജന്മദേശമായ കോഴിക്കോട്ടെ കൊയിലാണ്ടിക്കടുത്ത ചേലിയ. കാലം ചരിത്രത്തിലേക്ക് നടന്നു കയറുകയാണ് ഗുരു ചേമഞ്ചേരിയുടെ കൈപിടിച്ച്. ജന്മവർഷം 100 പിന്നിടുമ്പോഴും ചേലിയയുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ഗുരു നടന്നെത്തും. അണുവിട തെറ്റാത്ത ദിനചര്യയാണ് ഈ കഥകളി ഉപാസകന്റെ ഊർജം. വർഷങ്ങളോളം മനയോലമെനുക്കിയ മുഖത്ത് സദാ സ്വാത്വിക ഭാവം. ജന്മദിവസമായ മിഥുനമാസത്തിലെ കാർത്തിക നാളിൽ തറവാട്ടമ്പലം തൊഴുതു വന്ന ഗുരു പീപ്പിൾ ടിവിയോട് പങ്കുവച്ചത് ചരിത്രമായ പഴയകാല ഓർമ്മകൾ. അവിടെ ആദ്യം കണ്ണങ്കടയിൽ സ്കൂളിലായിരുന്നു, പിന്നെ കുരമ്പേരി സ്കൂളായി, പിന്നെ കിട്ടമ്പേരി സ്കൂളായി, പിന്നെ വലിയ പഠിക്കാൻ ഞാൻ ആ സമയത്ത് ഇതിൽ പോകേണ്ട ഡാൻസിൻ്റെ ഒരു ക്ലബ്ബ്, അപ്പോൾ വൈരമ്പഴി കുഞ്ഞിരാങ്ങടായി നാടകം തുടങ്ങി. ഭരതനാട്യം പഠിച്ചു വളർന്നാണ് കുഞ്ഞിരാമൻ കഥകളിയുടെ അരങ്ങിലെത്തിയതും ആട്ടവിളക്കിൻ്റെ ഇത്തിരിവട്ടത്തിൽ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമനായതും. കൃഷ്ണവേഷങ്ങളിൽ പ്രസിദ്ധി നേടിയ ഗുരു 100ാം വയസ്സിലും അരങ്ങിലെത്തിയിരുന്നു. ഇനിയുമേറെ ആട്ടവിളക്കുകൾ ഗുരുവിനു മുൻപിൽ നിറഞ്ഞു കത്തട്ടെ. ബിനിഷ വൃന്ദാവൻ, കോഴിക്കോട്.